ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള രണ്ടാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സേവനം നൽകുന്ന വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സേവനം നൽകുന്ന വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ് പ്രജനി, പ്രഗതി എന്നിവ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. ഗൈനീഷ്യ സാങ്കേതിക വിദ്യയിലൂടെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത പാവൽ ഇനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. വെള്ളാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയാണ് പ്രജനി, പ്രഗതി എന്നീ രണ്ട് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കടും പച്ച നിറത്തിലുള്ള പാവൽ ഇനമാണ് പ്രജനി. ഇളം പച്ച നിറത്തിലുള്ള പാവൽ ഇനമാണ് പ്രഗതി. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ് പ്രജനി, പ്രഗതി എന്നിവ. ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത്? കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത്? കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖ് ആണ്. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖ് ആണ്. മുൻ മന്ത്രിയും ലോക്സഭാ അംഗവുമായിരുന്ന E.K. ഇമ്പിച്ചി ബാവയുടെ ജീവചരിത്ര കൃതിയാണ് കടൽ പോലൊരാൾ. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖ്. മുൻ മന്ത്രിയും ലോക്സഭാ അംഗവുമായിരുന്ന E.K. ഇമ്പിച്ചി ബാവയുടെ ജീവചരിത്ര കൃതിയാണ് കടൽ പോലൊരാൾ എന്ന പുസ്തകം. ഈ പുസ്തകം രചിച്ച മുഷ്താഖ് എന്ന വ്യക്തി E.K. ഇമ്പിച്ചി ബാവയുടെ മകനാണ്. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖ്. 2025 ജനുവരിയിൽ പുറത്തുവിട്ട IQ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം പാകിസ്ഥാനിലെ ലാഹോറാണ്. 2025 ജനുവരിയിൽ പുറത്തുവിട്ട IQ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം പാകിസ്ഥാനിലെ ലാഹോറാണ്. റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂളുകളുടെ അവധി ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂളുകളുടെ അവധി ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സ്കൂളുകളിൽ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റിപ്പബ്ലിക് ദിനത്തിലെ അവധി മഹാരാഷ്ട്ര സംസ്ഥാനം ഒഴിവാക്കിയത്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധികാരത്തിലേറിയത്. മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. കേരളത്തിന്റെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേറ്റു. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായിട്ടാണ് കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധികാരത്തിലേറിയത്. കേരളത്തിന്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കാവുന്ന ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കാവുന്ന
ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ക്യാൻസർ രോഗബാധയുള്ള കോശങ്ങൾ കണ്ടെത്തി അവയിലേക്ക് മാത്രം മരുന്നെത്തിക്കുന്ന ഹൈഡ്രോജലാണ് IIT ഗുവാഹത്തി വികസിപ്പിച്ചത്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തത് കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തത് കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അമിത് ഷാ. ഈ പുസ്തകത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ ഭൗമ സാംസ്കാരിക ഐക്യമാണ് രേഖപ്പെടുത്തുന്നത്. 8000 വർഷത്തിലേറെയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ കാശ്മീരിന്റെ അവിഭാജ്യ പങ്ക് എന്താണെന്നുള്ളത് ഈ ഒരു പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുമുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷായാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2024 അർഹരായവർ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, ചെസ് താരം ഡി ഗുകേഷ്, പാരാ അത്ലറ്റിക്സ് താരം പ്രവീൺ കുമാർ എന്നിവരാണ്. 4 പേർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, ചെസ് താരം ഡി ഗുകേഷ്, പാരാ അത്ലറ്റിക്സ് താരം പ്രവീൺ കുമാർ എന്നിവർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. ഇന്ത്യൻ കായിക രംഗത്ത് നൽകിയ മികച്ച സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് പുരസ്കാരം നൽകുന്നത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നൽകുന്നത് കായിക രംഗത്ത് നൽകുന്ന മികച്ച സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, ചെസ് താരം ഡി ഗുകേഷ്, പാരാ അത്ലറ്റിക്സ് താരം പ്രവീൺ കുമാർ എന്നിവരാണ്. 4 പേർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഡി ഗുകേഷ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. ഖേൽരത്ന പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയുമാണ്. 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ്. 32 പേർക്കാണ് 2024 അർജുന അവാർഡ് ലഭിച്ചത്. 32 താരങ്ങൾക്കാണ് 2024 അർജുന അവാർഡ് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ഇത്തവണ 2024 32 പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് സജൻ പ്രകാശ്. സജൻ പ്രകാശ് ഒരു നീന്തൽ താരമാണ്. അർജുന അവാർഡിന്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന്റെ പുരസ്കാര തുക 25 ലക്ഷം രൂപയാണെങ്കിൽ അർജുന അവാർഡിന്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാനാണ്. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാനാണ്. ചൈനയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ആണവ നിലയം
പാകിസ്ഥാൻ നിർമ്മിക്കുന്നത്. കശ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാനാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. 2025 ജനുവരി 1 മുതൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. 2025 ജനുവരി 1 മുതൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ബാഡ്മിന്റൺ പരിശീലകൻ S. മുരളീധരൻ. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ബാഡ്മിന്റൺ പരിശീലകനായിട്ടുള്ള S. മുരളീധരൻ. S. മുരളീധരനെ കൂടാതെ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം മറ്റൊരു വ്യക്തിക്ക് കൂടി ലഭിച്ചിരുന്നു. ഫുട്ബോൾ പരിശീലകനായിട്ടുള്ള അർമാൻഡോ ആഗ്നലോ കൊളോസോയ്ക്കും. S. മുരളീധരനെ കൂടാതെ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഫുട്ബോൾ പരിശീലകനായ അർമാൻഡോ ആഗ്നലോ കൊളോസോ. 2 പേർക്കാണ് 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. അതിലൊരാൾ മലയാളിയാണ്, ബാഡ്മിന്റൺ പരിശീലകനായിട്ടുള്ള S. മുരളീധരൻ. S. മുരളീധരനെ കൂടാതെ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഫുട്ബോൾ പരിശീലകനായിട്ടുള്ള അർമാൻഡോ ആഗ്നലോ കൊളോസോ. 2024 ദ്രോണാചാര്യ റെഗുലർ അവാർഡിന് അർഹരായവർ 3 പേരാണ്. പാരാഷൂട്ടിംഗ് പരിശീലകൻ സുഭാഷ് റാണ, ഷൂട്ടിംഗ് പരിശീലക ദിപാലി ദേശ്പാണ്ഡെ, ഹോക്കി പരിശീലകൻ സന്ദീപ് സാങ്വാൻ. 2024 ദ്രോണാചാര്യ റെഗുലർ അവാർഡിന് അർഹരായവർ 3 പേരാണ്. പാരാഷൂട്ടിംഗ് പരിശീലകൻ സുഭാഷ് റാണ, ഷൂട്ടിംഗ് പരിശീലക ദിപാലി ദേശ്പാണ്ഡെ, ഹോക്കി പരിശീലകൻ സന്ദീപ് സാങ്വാൻ എന്നിവർക്കാണ് 2024 ദ്രോണാചാര്യ റെഗുലർ പുരസ്കാരം ലഭിച്ചത്. 10 ലക്ഷം രൂപയാണ് ദ്രോണാചാര്യ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്. ദ്രോണാചാര്യ പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. ഖേൽരത്ന പുരസ്കാരം 25 ലക്ഷം, അർജുന അവാർഡ് 15 ലക്ഷം, ദ്രോണാചാര്യ പുരസ്കാരം 10 ലക്ഷം. 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയാണ്. 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയാണ്. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് വിതുൽ കുമാർ. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് വിതുൽ കുമാർ. 2024 സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ് ലഭിച്ച ഡോക്യുമെന്ററിയാണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. 2024 സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ് ലഭിച്ച ഡോക്യുമെന്ററിയാണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. സംവിധാനം ചെയ്തത് വേണു നായരാണ്. 2024 സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ് ലഭിച്ച ഡോക്യുമെന്ററിയാണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഡോക്യുമെന്ററി സംവിധാനം നിർവഹിച്ചത് വേണു നായരാണ്. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡലാണ് CR450. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡലാണ് CR450. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തിയാണ് ജോർജ് കുമ്പനാട്. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തിയാണ് ജോർജ് കുമ്പനാട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അശുതോഷ് അഗ്നിഹോത്രിയാണ്.
ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് അശുതോഷ് അഗ്നിഹോത്രി. 2025 ജനുവരിയിൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം നേടിയ മലയാളിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 2025 ജനുവരിയിൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരാണ്. ആഭ്യന്തര തലത്തിലെ ഏകദിന 2020 മത്സരങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് കരുൺ നായർ. ആഭ്യന്തര തലത്തിലെ ഏകദിന 2020 മത്സരങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് കരുൺ നായർ. 5 മത്സരങ്ങളിൽ നിന്ന് പുറത്താകാതെ 542 റൺസാണ് കരുൺ നായർ നേടിയത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ലോകത്തിലെ ആദ്യ താരമാണ് കരുൺ നായർ.